പ്രൈസ് ലോട്ട്. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ഈ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യുവാൻ കിട്ടിയ സമയത്തെയും സാഹചര്യത്തെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്വതം ചെയ്യുന്നു. നമുക്ക് സമയം അധികമില്ല എങ്കിൽ തന്നെയും അല്പസമയത്ത് വചനം ശുശ്രൂഷിക്കാൻ നമ്മുടെ സമയത്തെ വേർതിരിക്കാം. ഹല്ലേലൂയ. സുവിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും നമ്മളെ തികവുള്ളവരാക്കാനാണ് സുവിശേഷങ്ങൾ. ഹല്ലേലൂയ. പ്രൈസ് ലോട്ട്. ദൈവത്തിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പെക്റ്റേഷനുമായിട്ട് വളരെ വ്യത്യാസമാണ്. അപ്പം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പോലെ ആയിരിക്കണമെന്നില്ല ദൈവം എന്ത് ചെയ്യുന്നത്, എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പം ആ ദൈവത്തിൻ്റെ ആ ഒരു എക്സ്പെക്റ്റേഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ നടത്തണം. പ്രൈസ് ലോട്ട്. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, ദൈവവചനം പഠനം എന്നുള്ളതിനെക്കാട്ടിലുപരിയായിട്ട് ദൈവവചനം എന്ത് ചെയ്യണം? നമുക്ക് വെളിപ്പെട്ട് വരണം. കാരണം ആ വെളിപ്പാടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ വചനത്തിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ, അല്ലേ? പ്രൈസ് ലോർഡ്. ഒരു പുസ്തകത്തെ പറ്റി പഠിപ്പിക്കുമ്പോൾ അതിനകത്തെ പഠനങ്ങൾ കിട്ടുമായിരിക്കും. വചനം പഠനം നമുക്ക് അത്യാവശ്യമാണെങ്കിലും അതിനകത്തെ ഒരു വെളിപ്പാടിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ വചനത്തിലുള്ള എല്ലാ വചനങ്ങൾക്കും ദൈവം ഉദ്ദേശിക്കുന്ന ഒരു വെളിപ്പാടുണ്ട്. ആ വെളിപ്പാടാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്, മുമ്പോട്ട് നടക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ആ വചനം വെളിപ്പെടാത്തിടത്തോളം കാലം നമുക്ക് ആ വചനത്തിൽ ജീവിക്കാൻ സാധ്യമല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ദൈവം തൻ്റെ വചനത്തെ ഈ ദിവസങ്ങളിൽ എന്ത് ചെയ്യണം? വെളിപ്പെടുത്തണം. അതൊരു ജീവനായി നമ്മുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ അത് മാറണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പം ആ ഒരു നിലവാരങ്ങളിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരട്ടെ. അപ്പോൾ ക്രിസ്ത്യൻ ജീവിതം എന്ന് പറയുന്നത് വെളിപ്പാടിനനുസരിച്ചുള്ള ഒരു ജീവിതമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉണർവിൻ്റെ ഏറ്റവും വലിയ ഒരു തടസ്സമെന്ന് പറയുന്നത് തന്നെയും നമ്മുടെ ബുദ്ധിമുട്ടുകളായിരിക്കാം പലപ്പോഴും. മനസ്സിലാവുന്നുണ്ടോ? പ്രൈസ് ലോർഡ്. നമ്മുടെ ചിന്തകൾ കൊണ്ടുള്ള മേഖലകളായിരിക്കാം ഉണർവിൻ്റെ തടസ്സങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവവചനത്തിൻ്റെ വെളിപ്പാടിലേക്ക് ദൈവം നമ്മളെ എന്ത് ചെയ്യട്ടെ, വഴി നടത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ വചനമാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ നടത്തേണ്ടത്. മനുഷ്യനല്ല, ദൈവത്തിൻ്റെ വചനവും ദൈവവുമാണ് അതിന് നീ നമ്മളെ സഹായിക്കണം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിക്കാനുള്ളതെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഏം, ഇത്രയും സമയം കൊണ്ട് അത്രയും വാക്യങ്ങൾ ചേർക്കാൻ പറ്റുമെന്ന്. എങ്കിലും ഞാനത് വായിച്ചതാവുന്നിടത്തോളം നമുക്കത് പറഞ്ഞ് നമുക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 14 മുതൽ 18 വാക്യങ്ങൾ. പൗലോസിന്റെ ലേഖനം നമ്മൾ പഠിക്കുമ്പം, ലേഖനങ്ങൾ പഠിക്കുമ്പം ഇത്തിരി ലേഖനങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ എഫേസ്യ സഭയെ പറ്റി എന്താണ്, ഒരു നല്ലൊരു സഭയായിട്ട് ദൈവത്തിന്റെ നിറവോളം നിറഞ്ഞു വരുന്ന ആ ഒരു സഭയെ പറ്റിയുള്ള പഠിപ്പിക്കലുകളൊക്കെ എന്താണ് പൗലോസ് എഫേസ്യ സഭയ്ക്കാണ് പറഞ്ഞു കൊടുത്തത്. ഗലാത്യ സഭയെക്കാട്ടിലുപരിയായി കൊരിന്ത്യ സഭകളെക്കാട്ടിലും അവർക്കൊക്കെ അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ പറയാൻ സമയമില്ലാത്തതെന്ന് പറയുന്നില്ല. അപ്പം എഫേസ്യ സഭ എന്ന് പറയുന്നത് എന്താണ്, കുറച്ചും കൂടെ ദൈവത്തിന്റെ ക്രിസ്തുവിലുള്ള ജീവിതത്തെ എക്സ്പീരിയൻസ് ചെയ്യുന്ന സഭയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എഫേസ്യ ലേഖനം മുഴുവനായിട്ട് പഠിക്കുമ്പം നമുക്ക് അങ്ങനെയാണ് മനസ്സിലാകുന്നത്. അപ്പം അതുകൊണ്ട് എഫേസ്യ ലേഖനത്തിൽ ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിന്റെ അകമയുള്ള നമ്മുടെ വിശുദ്ധിയെയും ജീവിതത്തെയും പറ്റി പല കാര്യങ്ങളും പറയുന്നുണ്ട്. ക്രിസ്തുവിലുള്ള ഒരു ജീവിതമാണ് എഫേസ്യ ലേഖനത്തിൽ എപ്പോഴും നമ്മൾ കാണിക്കുന്നത്. ക്രിസ്തുവിന് പുറമെയാണ് ക്രിസ്തുവിലുള്ള ഒരു ലൈഫ്. അതാണ് എപ്പോഴും എഫേസ്യ ലേഖനത്തിൽ എപ്പോഴും നമ്മൾ ചൂണ്ടിക്കൊണ്ട് കാണുന്നത്. 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നത്, അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിലും പേര് വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കുന്നു. പ്രൈസ് ലോർഡ്. അപ്പം സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിലും പേര് വരുവാൻ കാരണമായ, ഇവിടെ സഭയാകുന്ന കുടുംബത്തിന്റെ എക്സ്റ്റൻഷനെ പറ്റിയാണ് ദൈവം നമ്മൾ സംസാരിക്കുന്നത്. എവിടെയാണ്? സ്വർഗത്തിൽ സഭയാകുന്നൊരു കുടുംബമുണ്ട്, അല്ലേ? നമ്മുടെ പഴയ പിതാക്കന്മാർ സ്വർഗത്തിൽ പോയിരിക്കുന്ന ഒരു കൂട്ടം സാക്ഷികളുടെ സമൂഹമുണ്ട്, അല്ലെ? അവിടെയും ഈ ഭൂമിയിലുള്ള വിശുദ്ധന്മാരും അടങ്ങുന്ന കുടുംബമാകുന്ന, സകല കുടുംബമാകുന്ന, അല്ലെ, ആ ഒരു ദൈവരാജ്യത്തിലുള്ള, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ പേര് വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കുന്നു. പൗലോസിന്റെ ഒരു പ്രാർത്ഥനയാണിത്. ഞാൻ അടുത്ത് പ്രാർത്ഥിക്കാൻ പോകുന്ന വാക്യങ്ങളാണ്.
നമ്മുടെ പ്രാർത്ഥനകളും എപ്പോഴും ഈ ഒരു റെവലേഷനിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കണം. Praise the Lord. എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതല്ല നമ്മുടെ ജീവിതത്തിൽ ആത്മീയത എന്ന് പറയുന്നത്. എന്താണ്? ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് നമ്മളെ എത്തിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രാർത്ഥിക്കേണ്ടത്. Praise the Lord. ദൈവം നമ്മളെ നീതീകരിച്ചു, നമ്മളെ വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യും? അടുത്ത് തേജസ്കരിക്കാൻ വേണ്ടി പോവുകയാണ്. പ്രൈസ് ലോട്ട്. തേജസ്കരണം എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു സംഭവമാണ്. അപ്പം ഈ തേജസ്കരണത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? വിശുദ്ധീകരണത്തിന്റെ ആ പ്രോസസ്സിങ് മുഴുവൻ ഈ ഭൂമിയിൽ വെച്ച് നമ്മൾ പൂർത്തീകരിക്കണം. അതിനാണ് പരിശുദ്ധാത്മാവ്. പ്രൈസ് ലോട്ട്. പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ ഭൂമിയിലുള്ള നമ്മുടെ സകല മണ്ഡലങ്ങളിലും പരിശുദ്ധാത്മാവിലൂടെ ജീവിക്കാൻ കഴിഞ്ഞാൽ ആ ദൈവിക പെർഫെക്ഷനിലേക്ക് നമുക്ക് വരാൻ കഴിയുമെന്നാണ് പറയുന്നത്. വെളിപ്പ ആ, മത്തായിയുടെ സുവിശേഷത്തിൽ 5, 6, 7 വാക്യങ്ങൾ ഗിരിപ്രഭാഷണം കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. ഈ ഗിരിപ്രഭാഷണത്തിൽ മുഴുവൻ പറയുന്നത് എന്താണെന്ന് അറിയാമോ? പുറമേയുള്ള വിശുദ്ധിയെ പറ്റിയല്ല പറയുന്നത്. എന്താ പറയുന്നത്? അകമയുള്ള വിശുദ്ധിയെ പറ്റിയാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവം അത് ആഗ്രഹിക്കുന്നു. ന്യായപ്രമാണത്തിൽ അകമയുള്ളൊരു വിശുദ്ധി സാധ്യമല്ലായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിലൂടെ അകമയുള്ള വിശുദ്ധി സാധ്യമാണ്. അല്ലേ? വ്യഭിചാരം ചെയ്യരുതെന്നല്ല പറയുന്നത്. വ്യഭിചാരം ചെയ്യരുത്. അതിനോടൊപ്പം തന്നെ എന്താണ്? സ്ത്രീയെ മോഹിക്കേണ്ടുന്നതിന് വണ്ണം നോക്കുന്നത് പോലും എന്താണ്? അശുദ്ധിയാണെന്ന് പറയുന്നത്. നാവിനെ നിയന്ത്രിക്കുന്നതിനെക്കാട്ടിലും ഉപരി കർത്താവ് പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിറഞ്ഞു കവിയുന്നതാണ് എന്ത്? നാവ് പ്രസ്താവിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ടോ? പ്രൈസ് കൊണ്ട് എനിക്ക് ആരുടെയും വീഡിയോ കാണുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ട്. ഇത് ഇച്ചിരി ആഴമേറിയ വിഷയമാണ്. എങ്കിലും കുറച്ച് ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അകമയുള്ളൊരു വിശുദ്ധിയെ പറ്റിയാണ് ദൈവം എന്ത് ചെയ്യുന്നത്? ഇവിടെ ക്ലെയിം ചെയ്യുന്നത്. പ്രൈസ് ലോർഡ്. നാവിനെ നിയന്ത്രിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. അപ്പം ഹൃദയം നിറഞ്ഞു കവിയുന്നത് ആണെന്നാ പ്രശ്നം. അപ്പം നമ്മുടെ ഹൃദയത്തിൽ ഒരു വിശുദ്ധിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ വിശുദ്ധിയിൽ നമ്മൾ നിറയുമ്പോൾ എന്താണ്? നമ്മുടെ അകത്തുനിന്ന് നമ്മുടെ അതേ പുറത്തു വരത്തുള്ളൂ. അല്ലെ? നമ്മുടെ അകത്ത് എന്താണ് ഇരിക്കുന്നത് അതാണ് പുറത്തു വരുന്നത്. സമാഗമന കൂടാരത്തെ പറ്റി കർത്താവ് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആദ്യം കർത്താവ് പറയുന്നത് അകത്തെ പെട്ടകത്തെ പറ്റിയാണ് പറയുന്നത്. പുറമെയുള്ള കാര്യങ്ങൾ പിന്നെ പറയുന്നത്. മനസ്സിലായി? അവിടെ നിന്നാണ് ദൈവം തുടങ്ങുന്നത്. അല്ലേ? അപ്പം ഏഹ്, നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാണ്. വീണ്ടും ജനിക്കപ്പെട്ട ആത്മാവിൽ നിന്ന്, ദേഹിയിൽ നിന്ന് ശരീരത്തിലേക്കൊരു ആത്മീയത വെളിപ്പെടണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഇതിലാണ് നമ്മുടെ ജീവിതത്തിന്റെ എന്താണ് വിശുദ്ധീകരണത്തിന്റെ ഒരു മെയിൻ പാർട്ട്. അപ്പം സകല ഭൂമി സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിലും പേര് വരുവാൻ കാരണമായി പിതാവിന് സന്നിധിയിൽ മുട്ടുമടക്കുന്നു. എന്തിനാ മുട്ടുമടക്കുന്നത്? അടുത്ത വായിക്കാം. 16-ാമത്തെ വാക്യം. അവൻ തന്റെ മഹത്വത്തിന് ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങളെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന്. അടുത്ത വാക്യം. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി. 18-ാമത്തെ വാക്യം. വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോട് കൂടെ ഗ്രഹിപ്പാനും. 19-ാമത്തെ വാക്യം. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൽ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാവുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം. 20-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി. അല്ലെ? പ്രൈസ് ലോർഡ്. കേൾക്കാമോ? ഒരു മിനിറ്റ്. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി. അപ്പൊ നിങ്ങൾ ഈ വാക്യം ശ്രദ്ധിച്ചേ. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ദൈവം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളെ വഴി നടത്തുന്നു. അപ്പം നമുക്ക് ഈ വാക്യം നമ്മൾ ചിന്തിക്കുമ്പം ഒന്നുകൂടെ വായിക്കും. എന്നാൽ നാം ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവൻ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എപ്പോഴും വായിക്കുന്ന ഒരു വചനമാണ് ഈ 20-ാമത്തെ വാക്യം. അല്ലേ? ഇതൊരു പോസിറ്റീവ് എനർജി ആയതുകൊണ്ട് ഈ വാക്യം മാത്രമേ വായിക്കാറുള്ളൂ. നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്റെ കർത്താവ് ഇത് ചെയ്തു തരണമേ. പക്ഷെ നിങ്ങൾ അതിനെ ശ്രദ്ധിച്ചോ? എന്നാലാണ് എപ്പോഴാണ് സംഭവിക്കുന്നത്? നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി
ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന എപ്പോഴാണ്? ഇതിനു മുമ്പിൽ പറഞ്ഞ വാക്യങ്ങളിൽ നമ്മൾ ആ ലൈഫിലേക്ക് ജീവിക്കുമ്പോഴാണ്. അല്ലേ? അങ്ങനല്ലേ പറയുന്നത്? എന്നാൽ നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. എവിടെയാ പറയുന്നത്? അത് ഈ ഒരു ആവശ്യമുണ്ട്. തൻ്റെ ധനത്തിന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം തൻ്റെ ആത്മാവിനാൽ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ബലപ്പെടണം. അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ബലപ്പെടാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ 20-ാമത്തെ വാക്യം നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. അതായത് അത്യന്തം പരമായി ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരം ചെയ്യാൻ കഴിയാൻ പറ്റത്തില്ല, നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ക്രിസ്തു വിശ്വാസത്തിൽ നമ്മുടെ ഹൃദയത്തിൽ വസിക്കണം. അല്ലെ? നിങ്ങൾ ചിന്തിച്ച വസിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെടണം. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ. എന്നിട്ട് എന്ത് ചെയ്യണം? വീതിയും നീളവും ആഴവും ഉയരവും എന്തെന്ന് സകല വിശുദ്ധന്മാരോട് ഗ്രഹിക്കണം. അത് കഴിയുമ്പോൾ സംഭവിക്കുന്നതാണ് സകല പരിജ്ഞാനത്തെയും കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാൻ പ്രാപ്തരാവുകയും ദൈവത്തിന്റെ എല്ലാ നിറഞ്ഞോളം നിറഞ്ഞു വരികയും ചെയ്യണം. ഇത്രയും ഭാഗങ്ങളിൽ നമ്മൾ എത്തുമ്പോൾ നമ്മൾ ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ കഴിയുന്നവൻ. മനസ്സിലായോ? നിങ്ങൾക്ക് ഈ വാക്യം മനസ്സിലായി വിശ്വസിക്കുന്നു. അല്ലാതെ നമ്മൾ ഉമ്മ എടുത്തങ്ങ് വായിക്കുകയല്ല. ഈ വാക്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇത്രയും കാര്യങ്ങൾ നമ്മളിലേക്ക് വരണം. അപ്പം ഒന്നാമത്തെ വാക്യം എന്താ പറഞ്ഞ്? അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് എന്ത് ചെയ്യണം? ആം, ഒരു മിനിറ്റ്. 16-ാമത്തെ വാക്യം. ആ മഹത്വത്തിന്റെ തലത്തിനൊത്തവണ്ണം ആത്മാവിനെ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. അപ്പം അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ട ആവശ്യകതയുണ്ടെന്നാണ് വചനം പറയുന്നത്. അല്ലേ? നമുക്കൊന്ന് ചിന്തിക്കാം. ഇന്ന് പകൽക്കാലം, രാത്രികാലം നമ്മുടെ അകത്തെ മനുഷ്യൻ എന്താണ്? സംബന്ധിച്ച് ശക്തിയോടെ നമ്മൾ ബലപ്പെടുന്നുണ്ടോ? വർദ്ധിച്ചാട്ട് ഒരു അവിശ്വാസം സംബന്ധിച്ച് അകത്തെ മനുഷ്യനല്ല കേട്ടോ. നമ്മളിൽ മാത്രമേ അകത്തെ മനുഷ്യനുള്ളൂ. വിശ്വാസിയെ സംബന്ധിച്ച് മാത്രമേ ഉള്ളൂ. ഈ അകത്തെ മനുഷ്യൻ എത്രത്തോളം ബലപ്പെടുന്നോ ആ അകത്തെ മനുഷ്യന്റെ ബലമനുസരിച്ചാണ് എന്ത്? നമ്മുടെ ആത്മീയത വെളിപ്പെടുന്നത്. Praise the Lord. അതായത് നമ്മുടെ അകത്തുള്ള ദൈവത്തിന്റെ ആത്മാവ് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അകത്തെ മനുഷ്യനുമായിട്ടാണ്. ഈ അകത്തെ മനുഷ്യൻ എത്രത്തോളം ബലപ്പെടുന്നോ അത്രത്തോളം നമുക്ക് എന്ത് ചെയ്യും? ദൈവവചനം വെളിപ്പെട്ട് വരും. എത്രത്തോളം വെളിപ്പെടുന്നോ അത്രത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വചനത്തിൽ ജീവിക്കാനും നടക്കാനും പറ്റും. ഇറ്റ്സ് ലോട്ട്. അതിനാ പറഞ്ഞ അകത്തെ മനുഷ്യനെ ശക്തിയോടെ ബലപ്പെടാതെ അത്യന്തം പരമായി ചെയ്യുന്ന കർത്താവ് ഞങ്ങൾക്ക് ചെയ്തണമെന്ന് പറഞ്ഞാൽ ദൈവം ചെയ്തു തരുമോ? ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കഥയുണ്ടോ? ദൈവം ചോദിക്കുന്നത് നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾ ബലമുള്ളവരാണോ? പ്രൈസ് ലോർഡ്. അകത്തെ മനുഷ്യനെ സംബന്ധിച്ചുള്ള ഒരു ബലം നമ്മളിലേക്ക് വ്യാപരിക്കുമ്പോ പിന്നെന്താണ്? ആ ബലം ദേഹിയിൽ നിന്ന് ദേഹത്തിലേക്ക് വ്യാപരിക്കുക പ്രിയമുള്ളവരെ. ഇതാണ് യഥാർത്ഥമായ വിശുദ്ധീകരണം. അപ്പം നമ്മുടെ അകത്തെ മനുഷ്യൻ പലപ്പോഴും ക്രിസ്തുവിൽ ബലപ്പെടുന്നില്ല എന്നുള്ളതാണ് വിഷയം. ഹല്ലേലൂയ. അപ്പം പൗലോസിന്റെ പ്രാർത്ഥന ഞാനീ പറയുന്നത്. പൗലോസ് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ഞങ്ങളുടെ അകത്തെ മനുഷ്യനെ ആത്മാവിനാൽ ശക്തിയോടെ ബലപ്പെടണമെന്ന് വായിക്കുന്നത്. അല്ലെ? അത് കഴിയുമ്പോൾ സംഭവിക്കുന്നില്ലെന്നറിയാം. അടുത്ത വാക്യം, ക്രിസ്തു വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കും. ചിന്തിക്കുക, നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തു വിശ്വാസം വസിക്കുന്നുണ്ടോ? ഞായറാഴ്ച നമ്മൾ ചർച്ചയിൽ പോകുമ്പോൾ വന്നു പോകുന്ന ക്രിസ്തുവിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ക്രൈസ്റ്റ് ഫെലോഷിപ്പിൽ ഒരു മീറ്റിംഗ് കൂടുമ്പോൾ നമ്മൾ ജസ്റ്റ് അകത്ത് വന്നു പോകുന്ന ക്രിസ്തുവിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. 24/7 ക്രിസ്തു വിശ്വാസത്തിൽ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ടെന്നുള്ളതാണ്. അല്ലെ? വിശ്വാസം കൂടാതെ നമ്മൾ ദൈവത്തെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. എന്റെ നീതിമാൻ എങ്ങനെയാ ജീവിക്കുന്നത്? വിശ്വാസത്താൽ ജീവിക്കും. ഈ വിശ്വാസമില്ലാതെ നമുക്ക് എങ്ങനെ വിശ്വാസം മുമ്പോട്ട് പോകാൻ കഴിയും? പ്രൈസ് ലോർഡ്. അപ്പം ഇത് ഇച്ചിരി ആഴമേറിയ വിഷയമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. പ്രാർത്ഥനയോടെ ആയിരിക്കണം. അപ്പം എന്താണ്? ക്രിസ്തു വിശ്വാസത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണം. ഹൃദയത്തിൽ വസിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ മരിച്ചു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ. എങ്ങനെയാ ജീവിക്കുന്നത്? ആ വിശ്വാസത്തിലാണ് ജീവിക്കുന്നത്. ക്രിസ്തു വിശ്വാസത്തിൽ വസിക്കുന്ന വിധത്തിനോട് പള്ളിയിൽ പോകാൻ പറയണം, പ്രാർത്ഥിക്കാൻ പറയണം. വേണ്ട.
ക്രിസ്തു വിശ്വാസത്തിൽ വർദ്ധിക്കുന്ന ഒരു വ്യക്തിയുടെ അകത്ത് എപ്പോഴും ദൈവസാന്നിധ്യമായിരിക്കും പ്രിയമുള്ളവരെ. അല്ലെങ്കിൽ ദൈവത്തെ ചുമക്കുന്നവരായിരിക്കും അവർ, ദൈവസാന്നിധ്യത്തെ പേറുന്നവരായിരിക്കും അവർ. ക്രിസ്തു വിശ്വാസം നമ്മുടെ അകത്ത് വസിച്ചാൽ സംഭവിക്കണമെന്നറിയാമോ? നമ്മുടെ അകത്തൂടെ വെളിപ്പെടുന്നത് ക്രിസ്തു ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളാ വെളിപ്പെടുന്നത്. അപ്പം അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുന്നതനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? ക്രിസ്തു നമ്മുടെ അകത്ത് വിശ്വാസത്തിൽ വളരുന്നത്. അല്ലാതെ പറ്റത്തില്ല. അവിശ്വാസിയുടെ അകത്ത് ക്രിസ്തു വിശ്വാസത്തിൽ വളരാൻ പറ്റത്തില്ല. നമ്മുടെ അകത്തെ മനുഷ്യൻ എത്രത്തോളം ദൈവവുമായിട്ട് ആക്സസ് ചെയ്യുന്നോ അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യും? ക്രിസ്തു നമ്മളിൽ വിശ്വാസത്തിൽ വസിക്കും. അതിന് നമ്മുടെ എഫോർട്ട് ആവശ്യമാണ്. പ്രൈസ് ലോർഡ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ? അതായത് നമ്മൾ എത്രത്തോളം ദൈവത്തിന് അവൈലബിൾ ആകുന്നോ, നമ്മൾ എത്രത്തോളം ദൈവത്തിന് സമർപ്പിക്കപ്പെടുന്നോ, നമ്മൾ എത്രത്തോളം തകർക്കപ്പെടുന്നോ അത്രത്തോളം നമ്മുടെ അകത്ത് ക്രിസ്തു എന്ത് ചെയ്യും? വിശ്വാസത്തിൽ വളരും. ഹല്ലേലൂയ. അതിനുശേഷം എന്ത് ചെയ്യും? സ്നേഹത്തിൽ അങ്ങോട്ട് വേരൂന്നി അടിസ്ഥാനം. വേരെന്ന് പറയുമ്പോൾ എന്താ പറയുക? റൂട്ടാ. അടിസ്ഥാനം എന്ന് പറയുന്നത് അറിയാലോ, സ്ഥലമാണ്. അപ്പം ആ റൂട്ട് എങ്ങോട്ടാണ്? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ദൈവസ്നേഹത്തിൽ ചെയ്തെങ്കിലേ അവിടെ ദൈവം പ്രസാദിക്കുന്നുള്ളൂ, അല്ലെ? ആദാമ്യ മനുഷ്യന്റെ സ്നേഹത്തിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. മനുഷ്യന്റെ പ്രകൃതിയാണ്. അപ്പം ക്രിസ്തു വിശ്വാസത്തിൽ എത്രത്തോളം നമ്മളകത്ത് വസിക്കുന്നുവോ അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യും? സ്നേഹത്തിൽ വേരൂന്നും അടിസ്ഥാനപ്പെടും. അപ്പൊ ആ റൂട്ട് എന്ത് ചെയ്യും? നമ്മൾ ചെയ്യുന്ന സകലതും ദൈവസ്നേഹത്തിലായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ അടിസ്ഥാനം എന്ത് ചെയ്യണം? ദൈവസ്നേഹത്തിലായിരിക്കണം. ക്രിസ്തുവിന്റെ സ്നേഹത്തിനല്ലാത്ത അടിസ്ഥാനങ്ങളെല്ലാം തകർന്നു പോകുന്ന വചനം പറയുന്നത് അങ്ങനല്ലേ? ഹല്ലേലൂയ. ഒത്തിരി വിശദീകരിക്കേണ്ട ആവശ്യകതയുണ്ടെങ്കിലും സമയമില്ലാതെ ഞാൻ പോവാം. നിങ്ങൾ സ്നേഹത്തിൽ വേരുന്ന അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാൻ. പ്രൈസ് ദി ലോർഡ്. എന്താണ്? അപ്പം സകല വിശുദ്ധന്മാരോട് ഗ്രഹിക്കണം എന്ന് പറയാം. നമുക്ക് മാത്രമായിട്ട് ഗ്രഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇത്. സകല വിശുദ്ധന്മാരുടെ കൂടെ ഇത് ഗ്രഹിക്കാൻ ദൈവം നമ്മളെ സഹായിക്കണമെന്നാണ് പറയുന്നത്, അല്ലേ? അപ്പം ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. സകല വിശുദ്ധന്മാരോട് കൂടെ നിങ്ങൾക്ക് വീതിയും നീളവും ഉയരവും ആഴവും ഓക്കെ സകല വിശുദ്ധന്മാരുടെ കൂടെ നമ്മൾ അറിയണം. പ്രൈസ് ദി ലോർഡ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരേണ്ടത്. അത് ഒത്തിരി വിശദീകരിക്കേണ്ട ആവശ്യകതയുണ്ട്, ഞാൻ നിൽക്കുന്നില്ല. അപ്പം കർത്താവിന്റെ സ്നേഹത്തിന്റെ വീതിയും നീളവും ഉയരവും ആഴവും എന്നത് സകല വിശുദ്ധന്മാരുടെ ഗ്രഹിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അടിസ്ഥാനത്തിൽ, സ്നേഹം എന്ന അടിസ്ഥാനത്തിൽ വേരൂന്നണം. അതിനുശേഷം പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാൻ പ്രാപ്തരാവുകയും. അതൊരു ഭയങ്കര വാക്യമാണ് കേട്ടോ. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം എന്നാ പറയുന്നത്. അതിനെ അറിയാൻ പ്രാപ്തി കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ പ്രാർത്ഥനയായത് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കണം. കർത്താവെ, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാനും അതിനെ പ്രാപ്തരാക്കുവാനും ദൈവത്തിന് എല്ലാ നിറവിനോളം നിറഞ്ഞു വരാനും ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ എല്ലാ നിറവെന്ന് പറയുമ്പോൾ എന്താണ്? ദൈവമായിരിക്കുന്ന ആ നിലവാരത്തിലേക്ക് നമ്മൾ നിറയ്ക്കുന്നൊരു മേഖലയാണ്. ഹല്ലേലൂയ. അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യണം? ആത്മീയതയിൽ വളർച്ച നമ്മൾ പ്രാപിക്കണം. അങ്ങനെ പ്രാപിച്ചു കഴിയുമ്പോൾ എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവർ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചെങ്കിൽ മാത്രമേ 20-ാമത്തെ വാക്യം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകത്തുള്ളൂ. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, കർത്താവ് ഞാൻ എത്രത്തോളം പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നീ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, വചനമുണ്ടല്ലോ, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിന്റെ ആൻസർ 16, 17, 18 എന്നുള്ള വാക്യങ്ങളാ. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു വെളിപ്പാടായി മാറണം പ്രിയമുള്ളവരെ. അത് നമ്മുടെ ജീവിതത്തിൽ ജീവനായി മാറിക്കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ലെവൽ മാറും. ഹല്ലേലൂയ. നമ്മുടെ ലെവൽ മാറുമെന്ന് അധികം പറയുന്നത്. പിന്നെ നാം ചോദിക്കുന്നതിനും ആ ഞാൻ കൂട്ടിച്ചേർത്ത് പറയാം. ഈ 19 വാക്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ, അല്ലെ,
ക്രിസ്തുവിനെ നിറവനോളം നിറഞ്ഞു വന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതെന്നറിയോ? ഈ ലോകത്തിൽ ഒരു കാര്യങ്ങളുമല്ല. ഇത്രത്തോളം നിറവിലേക്ക് നമ്മൾ വ്യാഹരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണ്? നമ്മുടെ ആത്മീയമായ അനുഗ്രഹങ്ങളെ പറ്റിയായിരിക്കും. അങ്ങനെയാ സംഭവിക്കുന്നത്. നമ്മൾ എത്രത്തോളം ക്രിസ്തുവിൽ പരിജ്ഞാനം അനുഭവിക്കുന്നോ അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യും? ഈ ലോകത്തെ ചപ്പന്നം ചവർന്ന് എണ്ണിക്കൊണ്ടേയിരിക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഇത്രത്തോളം നമ്മൾ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ നമ്മൾ നിറഞ്ഞു വരുമ്പോൾ, ആ നിറവോളം നിറഞ്ഞു വരുമ്പോൾ നമ്മൾ ചോദിക്കുന്ന സകലതും, എന്നിട്ടും അടുത്തൊരു ക്ലോസ് വെച്ചിട്ടുണ്ട്, നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ. അപ്പൊ എത്രത്തോളം നമ്മിൽ പരിശുദ്ധാത്മാവിന്റെ അളവറ്റ വ്യാപാരമുണ്ടോ അത്രത്തോളം ദൈവം നമുക്ക് ചെയ്തു തരും. ഇത് വളരെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇത് മനസ്സിലാവത്തുള്ളൂ. പ്രൈസ് ലോർഡ്. അത്രത്തോളം നമുക്കിത് എന്ത് ചെയ്യും? നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം ദൈവം ചെയ്തു തരും. നമ്മുടെ പ്രാർത്ഥനയുടെ ദിവസങ്ങളിൽ മാറ്റാം. ഈ ലോകത്തിൽ എന്തെങ്കിലും വേണ്ടിയിട്ടല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എന്താണ്? പൗലോസിന്റെ ഈ പ്രാർത്ഥന, അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ കർത്താവിന്റെ വരവഴക്ക് അടുത്തിരിക്കുകയാണ്. ഈ ലോകത്തിന്റെ മോഹത്തിൽ നിന്ന് നമ്മൾ മാറണമെങ്കിൽ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടാൻ ആവശ്യമായിരിക്കുന്നു, അല്ലേ? അതോടൊപ്പം തന്നെ എന്താണ് ഞാൻ അടുത്ത് പറഞ്ഞത്? ക്രിസ്തു നിങ്ങളുടെ വിശ്വാസത്തിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണം. സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെടണം. അതിന്റെ വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന്, അതൊക്കെ വലിയ വിഷയങ്ങളാണ്. അതിന്റെ ഉയരം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് കർത്താവ് താഴെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അത്രത്തോളം ആഴമാ ദൈവത്തിന്റെ സ്നേഹം. ഇതിന്റെ വീതി എന്ന് പറഞ്ഞാൽ സകല മനുഷ്യർക്കും കാണാം. ഹല്ലേലൂയ. ഈ പ്രപഞ്ചത്തെ നോക്കിയാൽ, ആകാശം നോക്കിയാൽ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വീതി നമുക്ക് അറിയാൻ പറ്റും. ഹല്ലേലൂയ. അതിന്റെ ആഴം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ബന്ധമാണ്, ആത്മീകമായ ബന്ധമാണ്. ഹല്ലേലൂയ. ഒരു വലിയ വിഷയമാണെങ്കിൽ ഞാൻ അവിടെ നിൽക്കുന്നില്ല. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാൻ പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരികയും ചെയ്യണം. അതിനുശേഷം 20ാമത്തെ വാക്യം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകും. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിൽ ക്രിസ്തു യേശുവിൽ എന്നേക്കും തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ എന്നാണ് വേദം പറഞ്ഞത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ ദൈവാത്മാവിൽ പൗലോസിന്റെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ആഴമായി വെളിപ്പെടേണ്ടതിന് പ്രാർത്ഥിക്കാം. നമ്മൾ ഓരോരുത്തരെയും ദിവസങ്ങളിൽ ദൈവം നമ്മളെ ഒരുക്കട്ടെ. പുറമേയുള്ള വിശുദ്ധിയല്ല, അകമയുള്ള വിശുദ്ധിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വചനത്തിൽ നിന്ന് ഇരിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. പ്ലീസ്.